Hi students, today we are moving on to your module number 3, that is environment and business. What is meant by environment and what is the relationship between this environment and business? Environment business ആയിട്ട് എങ്ങനെ റിലേറ്റഡ് ആവുന്നു അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So first we want to see that is run an environment friendly business. Running an environment friendly business always reduces the impact of environment and preserve the natural resources. നമുക്ക് എപ്പോഴും അറിയാം എൻവയോൺമെൻറ്റിനെ ഓരോ ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യുക, അല്ലെങ്കിൽ അതിലൂടെ എൻവയോൺമെൻറ്റിന് ദോഷമൊന്നും ഉണ്ടാക്കാതിരിക്കുക. അങ്ങനെ റൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് പ്രിസർവ് ചെയ്യാനും പറ്റും. അതേപോലെ ഒരു ഗ്രീൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കും നമ്മൾ കണ്ടുപോകുന്നത്. സോ for which we want to use those products that reduce the reliance on the natural resource. We want to preserve this natural resource. അതാണ് നമ്മുടെ മെയിനിങ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിന് വേണ്ടി നമ്മൾ വേറെ നാച്ചുറൽ റിസോഴ്സ് അല്ലാതെ വേറെ റിസോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യുക. ഇറ്റ് ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് ഡസൻറ്റ് കോസ് എനി ഹാം ടു ദി എൻവയോൺമെൻറ്റ് ആസ് എ ഹോൾ. അപ്പോൾ എപ്പോഴും ഓൾ ബിസിനസ് ആക്ടിവിറ്റീസ് നമുക്ക് എൻവയോൺമെൻറ്റ് ചേഞ്ച് ഉണ്ടാകുന്ന എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസും മാറ്റി അത് നമുക്ക് ഓൾവേസ് സസ്റ്റൈനബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഓൾസോ വി നീഡ് ടു യൂസ് പ്രൊഡക്ട്സ് മെയ്ഡ് ഓഫ് റീസൈക്കിൾഡ് മെറ്റീരിയൽസ്. റീസൈക്കിൾഡ് മെറ്റീരിയൽസിൽ നിന്ന് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് നമ്മൾ റോ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിലും വി ക്യാൻ സേവ് അവർ എൻവയോൺമെൻറ്റ് വിത്ത് അവർ ആക്ടിവിറ്റീസ്. ഇപ്പോൾ റീസൈക്കിൾഡ് മെറ്റീരിയൽസ് ഇപ്പോൾ ഓഫീസ് സപ്ലൈസസ് ഒക്കെ ഇല്ലേ, ഓഫീസ് സപ്ലൈസ് ഒക്കെ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്കിലൂടെ അല്ലെങ്കിൽ ഫർണിച്ചർ റീസൈക്കിൾഡ് റബ്ബറിലൂടെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെസ്റ്റ്. അങ്ങനെ നമുക്ക് ചെയ്യാം. അതേപോലെ നാച്ചുറൽ റിസോഴ്സിനെ റിലയൻസ് കുറയ്ക്കാന്ന് വെച്ചാൽ നമ്മൾ സോളാർ വാട്ടർ സിസ്റ്റം, നമ്മൾ പാനൽ വെച്ച് സോളാർ പാനൽസ് വെച്ചിട്ട് വെള്ളം ചൂടാക്കുന്നുണ്ട്, സോളാർ പാനൽസിൽ ഇലക്ട്രിസിറ്റി എടുക്കുന്നുണ്ട്, റെയിൻ വാട്ടർ കളക്ട് ചെയ്യുന്ന ടാങ്ക്സ് വെക്കാറുണ്ട് ടു റെഡ്യൂസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. അങ്ങനെ പല രീതിയിലും നമുക്ക് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ബിസിനസ് റൺ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ we want to see what are the ബിസിനസ് ആക്ടിവിറ്റീസ് അഫക്റ്റിംഗ് ദ നേച്ചർ. എന്തെല്ലാം ബിസിനസ് ആക്ടിവിറ്റിയാണ് നമ്മൾ നേച്ചറിനെ എഫക്റ്റ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റിൽ എന്തൊക്കെയുണ്ട്, എയർ, അറ്റ്മോസ്ഫിയർ, വാട്ടർ, ലാൻഡ്, അങ്ങനെ എല്ലാ റിസോഴ്സസും ഉണ്ട്. അതേപോലെ എനർജി റിസോഴ്സ് ആയിട്ട് സോളാർ എനർജി, വിൻഡ് എനർജി, വാട്ടർ എനർജി, അങ്ങനെ പല ടൈപ്പിലുള്ള എനർജീസും ഉണ്ട്. ബട്ട് ഇതെല്ലാം നമ്മൾ ഫ്യൂച്ചർ ജനറേഷനേക്ക് വെച്ച് സൂക്ഷിക്കേണ്ടതാണ്. പക്ഷെ നമ്മുടെ ആക്ടിവിറ്റീസ് എപ്പോഴും നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ ഡിപ്പെൻഡ് ആവുന്നു. അപ്പോൾ അതോടെ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് റിപ്ലനിഷ് ആവത്തില്ല പെട്ടെന്ന്. ദേ വിൽ ടേക്ക് ടൈം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് ആ റിസോഴ്സ് നഷ്ടമാവുന്നു, നമ്മുടെ ജനറേഷൻസിനും അത് കിട്ടാണ്ട് വരുന്നു. അപ്പോൾ എല്ലാം ആ രീതി വേണം നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റി നേച്ചറിനെ എഫക്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ദ മേജർ വൺ ഈസ് ദ മൈനിങ് ഓഫ് കോളോസ്. നമ്മൾ കോളോസിൻ്റെ മൈനിങ് ഒരു മേജർ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. കോൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള മിനറൽസിന് വേണ്ടി നമ്മൾ മൈനിങ് ആക്ടിവിറ്റി ചെയ്യുക. അതിന് വേണ്ടി നമ്മൾ ലാൻഡ് ക്ലിയർ ചെയ്യുന്നു, മൈൻ ചെയ്തെടുക്കുന്നു. അതേപോലെ ഓയിൽ ഡ്രില്ലിങ്, ക്വാറിങ് ഓഫ് സ്റ്റോൺ ഓർ അഗ്രികൾച്ചർ ആൻഡ് അഗ്രോ ഇൻഡസ്ട്രി. അഗ്രികൾച്ചർ ആൻഡ് അഗ്രോ ഇൻഡസ്ട്രി നമ്മുടെ അഗ്രേറിയൻ കൺട്രി ആണെങ്കിലും നമ്മൾ വളരെയധികം റിസോഴ്സസ് ലൈക്ക് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് എല്ലാമാണ് ഈ മാക്സിമം പ്രൊഡക്ഷൻ കിട്ടാൻ, എക്കണോമിക് പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നത്. പക്ഷെ അത് നമ്മുടെ സോയിൽ ഫെർട്ടിലിറ്റിയെ നശിപ്പിക്കുക. അപ്പോൾ അങ്ങനത്തെ ആക്ടിവിറ്റീസ്. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, നമ്മൾ ഫോറസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് പല ഹൗസസ് ഓർ എനി ബിൽഡിങ്സ് എല്ലാം പണിഞ്ഞു വരുന്നു. അപ്പോൾ അതിനും അങ്ങനെ പണിയുമ്പോഴും നമ്മുടെ കുറേ ഡെസേർട്സ് ഉണ്ടാവുകയാണ്. അതുപോലെ ഹിൽ, ഓഷ്യൻ, റിവർ, ഇതെല്ലാം നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിനെ വേണ്ടിയിട്ട് നഷ്ടമാകുന്ന കാര്യങ്ങളാണ്. സിമിലർലി ടൂറിസം ഇൻഡസ്ട്രി. ടൂറിസം നല്ലതാണ്, നമ്മൾ നേച്ചറിനെ വെച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ടൂറിസത്തിൽ നിന്നുണ്ടാകുന്ന വളരെ അധികം വേസ്റ്റ് ഉണ്ട്. ഈ വേസ്റ്റ് എല്ലാം നമ്മുടെ എക്കോസിസ്റ്റത്തിൽ തന്നെ വന്നിട്ട് ഇറ്റ് ഈസ് ബിക്കമിങ് എ ത്രെറ്റ് to the ecological balance too. Then marine product collection. നമുക്കറിയാം നമ്മൾ ട്രോളിംഗ് ഒക്കെ ഇടയ്ക്ക് നിർത്തി വയ്ക്കും. ട്രോളിംഗ് മീൻസ് നമ്മൾ ഇല്ലീഗൽ ആയിട്ട് നമ്മുടെ കുഞ്ഞു മീനുകളെയൊക്കെ പിടിക്കുന്നതൊക്കെ നിർത്തി വെച്ചിട്ട് അവരുടെ റിപ്രൊഡക്റ്റീവ് ടൈമിൽ വെറുതെ വിടും. അപ്പം അതുപോലെയുള്ള മറൈൻ പ്ലാന്റ് ഓർ പ്രൊഡക്റ്റ് കളക്ഷൻ വളരെ കൂടുതലാണ്. ഇതെല്ലാം നമ്മുടെ നേച്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റീസാണ്. These are the major business activities affecting our nature, like mining of coal and ores, drilling of oil, quarrying of stone, agriculture and other industry activities, infrastructure development, tourism industries, and also marine product collection. So by these
these activities we are causing greater threat to the nature. അപ്പം എന്തെല്ലാം ഡേഞ്ചേഴ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഈ ഓരോ ആക്ടിവിറ്റീസ് കൊണ്ട് എന്തെല്ലാം ഡേഞ്ചേഴ്സ് ഉണ്ടാവുന്നുണ്ട്. പൊല്യൂഷൻ ഈസ് വൺ ഓഫ് ദ കോസ്. അതിൽ തന്നെ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അറിയാണ്ടുമായിരിക്കാം, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പല രീതിയിലുള്ള ലീതൽ എഫക്ട്സ് ഉണ്ടാകുന്നു. അതിനെയാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. കണ്ടാമിനേഷൻ ഉണ്ടാകുന്നു. അത് ചിലപ്പോൾ എയർ പൊല്യൂഷൻ ആവാം, നമ്മളുടെ ഇൻഡസ്ട്രീസിൽ നിന്നുള്ള ഗ്യാസ് സ്മോക്ക് എല്ലാം കൊണ്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലെ എഫ്ലുവൻസ് ഡിസ്ചാർജ് ചെയ്യുന്നതുകൊണ്ട്, ചില എക്യുപ്മെൻസിൻ്റെ മോഡിഫിക്കേഷൻ കൊണ്ട്, കൺട്രോൾ എക്യുപ്മെൻസിൻ്റെ കുറവ് കൊണ്ട്, പക്ഷേ നമ്മൾ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യാതിരിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിന് പറയുമ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ വിച്ച് ഗീവ്സ് ഔട്ട് സം ഹസാർഡസ് മെറ്റീരിയൽസ്, അങ്ങനെ എയർ പൊല്യൂഷൻ ഉണ്ടാവാം. സിമിലർലി വാട്ടർ പൊല്യൂഷൻ, ഇനി നമ്മൾ പ്യുവർ ക്വാളിറ്റി വാട്ടറിൽ നിന്ന് എന്തെങ്കിലും ഫോറിൻ സബ്സ്റ്റൻസ് പെടുമ്പോഴാണ് അതിന് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കൊണ്ടാവാം, അതല്ലെങ്കിൽ ഡൊമസ്റ്റിക് വേസ്റ്റ് കൊണ്ടാവാം. ഇൻഡസ്ട്രീസ് ചിലപ്പോൾ ഫുഡ്സും ഡ്രഗ്സും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ബാക്കി കെമിക്കൽസും അതുപോലെ മൈനിങ്ങിൻ്റെ വേസ്റ്റും എല്ലാം വാട്ടർ ബോഡീസിലേക്ക് ഡംപ് ചെയ്യാം. അതേപോലെ ഈ ടാങ്കുകൾ, സീ കൂടെ വരുന്ന ഷിപ്സിലെ ടാങ്ക്സ് എല്ലാം പൊട്ടിയിട്ടും ഓയിൽ റിഫൈനറീസിൽ നിന്ന് കൊണ്ടുവരുന്ന ഓയിലെല്ലാം ലീക്ക് ചെയ്ത് അങ്ങനെ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവും. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സിമിലർലി സോയിൽ പൊല്യൂഷനാണ്. സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാറ്റുന്നത് സോളിഡ് വേസ്റ്റ് കൊണ്ടാവാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് വേസ്റ്റ് കൊണ്ടാവാം. അങ്ങനെ സോയിൽ പൊല്യൂഷനാണ്. അഗ്രികൾച്ചർ വേസ്റ്റ് കൊണ്ടാവാം. ആൻഡ് ഇതിൽ തന്നെ ഈ സോളിഡ് വേസ്റ്റ് പൊല്യൂഷനിൽ തന്നെ റബ്ബിഷ്, ഗാർബേജ് എന്ന് 2 ടൈപ്പ് നമുക്ക് പറയാം. റബ്ബിഷ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കമ്പസ്റ്റബിൾ ആൻഡ് നോൺ കമ്പസ്റ്റബിൾ ഓർ നോൺ ബ്ലെയിമബിൾ സോളിഡ് വേസ്റ്റ് അതർ ദാൻ ഫുഡ് വേസ്റ്റ്. ഫുഡ് വേസ്റ്റ് അല്ലാത്ത നോൺ കമ്പസ്റ്റബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള വേസ്റ്റ് അല്ലേ. കമ്പസ്റ്റബിൾ മീൻസ് പേപ്പറും ടെക്സ്റ്റൈലൊക്കെ കത്തുന്നതാണ്, അങ്ങനത്തെ വേസ്റ്റ്. അതല്ലെങ്കിൽ നോൺ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റൽസ്, ഗ്ലാസ്, അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് അല്ലാത്ത ബാക്കിയുള്ള സോളിഡ് വേസ്റ്റുകളെ നമ്മൾ റബ്ബിഷ് എന്ന് പറയും. അതേപോലെ ഗാർബേജ് മീൻസ് ദ ഓർഗാനിക് വേസ്റ്റ് ഓഫ് വെജിറ്റബിൾ റെസിഡ്യൂസ് ഡ്യൂറിങ് ദ കുക്കിംഗ് അല്ലെങ്കിൽ ഹാൻഡ്ലിങ്ങിൻ്റെയൊക്കെ സമയത്തുണ്ടാവുന്ന ഫുഡ് വേസ്റ്റ്, അതിനെ ഗാർബേജ് എന്ന് പറയാം. പക്ഷേ ഗാർബേജ് വേസ്റ്റ് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഡിഗ്രേഡബിൾ. അത് പെട്ടെന്ന് ഡിഗ്രേഡ് ചെയ്യുന്നതാണ്. പക്ഷെ പ്ലാസ്റ്റിക് അതേപോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കമ്പസ്റ്റ് ചെയ്യേണ്ട പേപ്പർ, ഇതെല്ലാം നമുക്ക് പൊല്യൂഷനായിട്ട് മാറും. എന്ന് വെച്ചാൽ റബ്ബിഷ് ഓൾവേസ് കോസ് പൊല്യൂഷൻ, ബട്ട് ഗാർബേജ് ഡസൻ കോസ് ദാറ്റ് മച്ച് പൊല്യൂഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാവുന്നതാണ്. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദി മേജർ പൊല്യൂഷൻസ് കോസ്ഡ്. സിമിലർലി നമുക്ക് ഈ സോളിഡ് വേസ്റ്റ് കൊണ്ട് പല പല പ്രശ്നങ്ങളുണ്ടാകും. ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഓവർ പോപ്പുലേഷൻ കൂടുമ്പോൾ, പോപ്പുലേഷൻ വളരെയധികം കൂടുതലാവുമ്പോൾ നമുക്ക് പൊല്യൂഷൻ ഉണ്ടാവും. അതേപോലെ അർബനൈസേഷൻ, നമ്മൾ ലോക്കൽ ആൾക്കാരും ലോക്കൽ കൺട്രീസിൽ നിന്ന് അല്ലെങ്കിൽ ലോക്കൽ ഏരിയാസിൽ നിന്ന് അർബൻ കൺട്രീസിലേക്ക് അല്ലെങ്കിൽ അർബൻ ഏരിയാസിലേക്ക് ആൾക്കാർ മൂവ് ചെയ്യും. അതിനാണ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴും സോളിഡ് വേസ്റ്റ്, അർബൻ സിറ്റീസിലുള്ള സോളിഡ് വേസ്റ്റ് കൂടുതലാണ്. വി ഓൾ ഹേർഡ് നാറ്റ്, നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഇങ്ങനെ സോളിഡ് വേസ്റ്റുകളൊന്നും കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല സിറ്റി ഫ്ലാറ്റ്സിലെല്ലാം. അവർക്ക് എന്താണ് വേസ്റ്റിന് ഡിസ്പോസ് ചെയ്യാൻ ആൾക്കാർ വരും, ബട്ട് ഇഫ് ദേ ആർ നോട്ട് കമ്മിങ് ദേ ഡംപ് ഇൻ ടു സം ഓഫ് ദ നിയർ ബൈ ഏരിയാസ് വെയർ ദർ ഇസ് നോട്ട് നോട്ടീസ് പീപ്പിൾ. ആൾക്കാർ ശ്രദ്ധിക്കാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നമ്മുടെ ഡംപ് ചെയ്യുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അതുപോലെ ടെക്നോളജി ഡെവലപ്മെൻറ്റ് കൊണ്ട് നമുക്ക് കുറേ ഇലക്ട്രോണിക് ഡിവൈസസ് നഷ്ടമാകുന്നുണ്ട്. ഇപ്പോൾ TV, പുതിയൊരു മോഡൽ TV വന്നപ്പോൾ നമ്മുടെ പഴയ മോഡൽ TVനെ നമ്മൾ കളയും. ബിഫോർ ഓൾ വി വർ ഹാവിങ് എ കൈൻഡ് ഓഫ് TV ഇൻ വിച്ച് ഈ പിക്ചർ ട്യൂബ് TV എന്ന് പറഞ്ഞിട്ടൊരു TV ആയിരുന്നു നമുക്കുള്ളത്. എന്നുവെച്ചാൽ ബാക്കിലോട്ട് ഇങ്ങനെ പിക്ചർ ട്യൂബുള്ള ഇച്ചിരി വലിപ്പമുള്ളൊരു TV, ഇങ്ങനെയായിരുന്നു എല്ലാവരുടെയും വീട്ടിൽ. എന്നാൽ LCD LED വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എല്ലാവരും ആ പിക്ചർ ട്യൂബ് ട്യൂബിനെ ഡിസ്കാർഡ് ചെയ്തു. അതാരും നോക്കുന്നില്ല. ആൻഡ് വാട്ട് ഹാപ്പൻ ടു ദം, അതിങ്ങനെ ഡംഡായി, ഇലക്ട്രോണിക് വേസ്റ്റ് ആയിട്ട് അതങ്ങ് ഡംപായി കിടന്നു. അങ്ങനെ ടെക്നോളജി കാരണവും നമുക്ക് ചിലപ്പോൾ ഈ സോളിഡ് വേസ്റ്റിൻ്റെ pollution കൂടും. So some air, water, soil. Then next one is the marine pollution. Similarly, marine pollution ഉണ്ടാകും. Marine pollution means due to the domestic waste or agriculture waste or industrial waste discharged into water cause the death of some of the marine species, അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റാറ്റ് നഷ്ടമാവുന്നു. അങ്ങനത്തെ രീതിയിൽ ഉണ്ടാകുന്ന പൊല്യൂഷനെ മറൈൻ പൊല്യൂഷൻ എന്ന് പറയാം. സംടൈംസ് കാർഗോ ടാങ്ക് എല്ലാം നമ്മുടെ ഓപ്പൺ സീയിൽ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടായിരിക്കാം ഫ്യൂവൽസ്, ഇങ്ങനെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് കൊണ്ടുണ്ടാവും. ഇതൊക്കെ കൊണ്ടുണ്ടാവുന്ന പൊല്യൂഷനെ, മറൈൻ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന പൊല്യൂഷനെയാണ് നമ്മൾ മറൈൻ പൊല്യൂഷൻ എന്ന് പറയുന്നത്. Another kind of environmental issue is the noise pollution. നോയ്സ് എന്ന് വെച്ചാൽ അൺവാണ്ടഡ് ഓർ അൺപ്ലസന്റ് സൗണ്ടിനെയാണ് നമ്മൾ
നോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അൺവാണ്ടഡ് സൗണ്ട്സ് വളരെയധികം കൂടുതലാവുമ്പോൾ നമുക്ക് സൈക്കോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഡാമേജ് ഉണ്ടാവും. ചിലപ്പോൾ ചെവിക്ക് തന്നെ കേൾവി കുറവുണ്ടാവാം, ചിലപ്പോൾ നമ്മൾ മെൻ്റൽ സ്ട്രെസ്സ് കൂട്ടാം, ഭയങ്കര ഒച്ച കേൾക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് ദേഷ്യം വരും. അപ്പോൾ അങ്ങനെ രീതിയിലുള്ള പൊല്യൂഷൻ അതെല്ലാം നോയ്സ് പൊല്യൂഷനായിട്ട് വരും. അപ്പോൾ ഒരാൾക്ക് അയാളുടെ ഹെൽത്തിനെയും വെൽഫെയറിനെയൊക്കെ എഫക്റ്റ് ചെയ്ത് വരുന്ന ഒരു അൺഡിസൈബിൾ സൗണ്ടിനെയാണ് നമ്മൾ നോർമലി പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ ഹ്യൂമൻസിനും ഡിസ്റ്റർബൻസ് ആണ്, അതുപോലെ ആനിമൽസിനും ഡിസ്റ്റർബൻസ് ആയി നമ്മൾ അറിയാറുണ്ട്. ഇത് കൂടുതലും വരുന്ന ഈ ഇൻഡസ്ട്രിയുടെ വർക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള മെഷീൻസിനൊക്കെ ഹൈ സൗണ്ട്സ് ആയിരിക്കും. അതെല്ലാം ചിലപ്പോൾ നമ്മുടെ ഉറക്കം കെടുത്തും, ഓഡിറ്ററി എഫക്ട്സ്, സ്പീച്ച് ഇൻട്രപ്ഷൻ ഉണ്ടാക്കാം, അതേപോലെ ജനറൽ അനോയൻസ്, ഇങ്ങനെ ബഹളം കേൾക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാതിരിക്കും. ബ്രീതിങ് ഇഷ്യൂസ് വരാം. ഈ പാത്തോളജിക്കൽ എഫക്റ്റ്, ഈ ആ സൗണ്ട് കൊണ്ട് വളരെ എമോഷണൽ എഫക്ട്സും ഉണ്ടാവും. അതിൽ BP കൂടാം. അങ്ങനെ പല പാത്തോളജിക്കൽ എഫക്ട്സും ഈ നോയ്സ് കൊണ്ടുണ്ടാവാം. ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ സോഴ്സിൽ തന്നെ എന്തെങ്കിലും മഫ്ലേഴ്സ് വെച്ച് അത് കുറയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ മഫ്ലേഴ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റിസീവേഴ്സിനെ എന്ന് വെച്ചാൽ നമ്മൾ റിസീവേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ പാത്ത്, ആ സൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പാത്ത് കൺട്രോൾ ചെയ്യുക. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് നോയ്സിനെയും കൺട്രോൾ ചെയ്യാം. ഇപ്പം ഞാൻ വേഗം പറഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട്, എല്ലാ ടൈപ്പ് പൊല്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ടാണ്. നെക്സ്റ്റ് വൺ ഇസ് തെർമൽ പൊല്യൂഷൻ. തെർമൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് കൊണ്ടുണ്ടാകുന്ന പൊല്യൂഷൻ. എന്തെങ്കിലും അൺഡിസൈർഡ് എഫക്ട്സ് കൊണ്ട് വാട്ടറിലോ എയറിലോ ഹീറ്റ് വരുമ്പോൾ അതിനനുസരിച്ചുണ്ടാകുന്നത്. ഫോറസ്റ്റ് ഫയർ, വോൾക്കാനോ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നോർമലി ഹീറ്റ് കാരണം ഉണ്ടാകുന്ന പൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ നിന്ന്, അല്ലെങ്കിൽ കോൾ ഫയർഡ് പവർ പ്ലാന്റ്സ്, ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ്, ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ ചൂട് കെമിക്കൽസ് എല്ലാം ചിലപ്പോൾ വാട്ടറിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. അതൊരു തെർമൽ പൊല്യൂഷനാണ്. ദെൻ ഡൊമസ്റ്റിക് വേസ്റ്റ് തന്നെ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ, ഇതെല്ലാം കൊണ്ടുണ്ടാകുന്ന പൊല്യൂഷനെ നമുക്ക് തെർമൽ പൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂളിംഗ് ടവേഴ്സ് യൂസ് ചെയ്യണം. കൂളിംഗ് ടവേഴ്സ് എന്ന് വെച്ചാൽ വാട്ടർ ഹീറ്റിനെ കൂൾ ചെയ്യുന്ന രീതിയിലുള്ള കൂളിംഗ് ടവേഴ്സ്, അല്ലെങ്കിൽ കൂളിംഗ് പോൺസ് എടുക്കണം. ലോ ടെമ്പറേച്ചർ വെച്ച് നമ്മൾ വാട്ടറിനെ കൂൾ ചെയ്യുന്നു. ഓർ സംടൈംസ് ദ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ലേക്ക്. ഇപ്പോൾ ആദ്യം ലേക്കിലേക്ക് അങ്ങ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ആർട്ടിഫിഷ്യൽ ലേക്കിൽ ഡിസ്ചാർജ് ചെയ്യും, ആൻഡ് റെഡ്യൂസ് ഇറ്റ്സ് ഇൻറ്റൻസിറ്റി ആൻഡ് ലേറ്റർ ഡിസ്ചാർജ് ദ തെർമൽ ഫ്ലൂയിഡ് ഇൻ ടു ദി ലേക്സ്. അങ്ങനെ ചെയ്യാം. This is what is meant by the thermal pollution. And the last type of pollution is the radioactive. Radioactive നമുക്കറിയാം, എന്തെങ്കിലും റേഡിയോആക്റ്റീവ് മെറ്റീരിയൽസ് കൊണ്ടുണ്ടാവുന്നതായിരിക്കും. ചിലപ്പോൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്നതാകാം, അല്ലെങ്കിൽ മൈനിങ്ങിൻ്റെ ആക്ടിവിറ്റീസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, മെഡിക്കൽ പേർപ്പസിന് വേണ്ടിയിട്ടൊക്കെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് കാരണം ഉണ്ടാവുന്ന പൊല്യൂഷനെയാണ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ കോസ്മിക് റേസ്, നമ്മൾ സൂര്യനിൽ നിന്ന് വരുന്ന കോസ്മിക് റേസും ചിലപ്പോൾ നമുക്ക് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ കുറയ്ക്കാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ മെറ്റീരിയൽസ് ഒരിക്കലും ലീക്കേജ് സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കണം. സേഫ്റ്റി മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യണം. ഇതിൻ്റെ വേസ്റ്റിൻ്റെ ഡിസ്പോസലിനൊരു ബെസ്റ്റ് മെത്തേഡ് കണ്ടുപിടിക്കണം. അതുപോലെ എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്നുള്ള സേഫ്റ്റി മെഷേഴ്സും നമ്മൾ എടുത്തിരിക്കണം. ദീസ് ആർ ദ വേസ് ഇൻ വിച്ച് വി ക്യാൻ റെഡ്യൂസ് ദിസ് എൻവയോൺമെൻറ്റൽ issue. So these are some of the pollution and its control measures: air, water, solid, then marine, and noise, and also thermal and radioactive. So another environmental issue faced other than the pollution is the waste disposal. Waste disposal ആണ് അടുത്ത ഒരു മെയിനായിട്ട് വരുന്നത്. വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സോളിഡ് വേസ്റ്റിനെയൊക്കെ എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നു, അതിനെ ജസ്റ്റ് ലാൻഡ് ഫിൽസ് യൂസ് ചെയ്തിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ പല മെത്തേഡ്സുകളാണ് ലാൻഡ് ഫിൽസ്, ഇൻസിനറേഷൻ, പൾവറൈസേഷൻ, കമ്പോസ്റ്റിംഗ് ആൻഡ് ഡിസ്പോസൽ ഇൻ ടു സീ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ലെക്ചറിൽ. ഒന്ന് നിങ്ങൾ റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പൊല്യൂഷൻ ചാപ്റ്റർ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഓരോ പൊല്യൂഷൻ കൺട്രോൾ പഠിച്ചപ്പോൾ അതിനകത്ത് സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ എന്ന ഒരു പോർഷൻ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാൻഡ് ഫില്ലിംഗ് പഠിച്ചു, ഇൻസിനറേഷൻ, പൾവറൈസേഷൻ, കമ്പോസ്റ്റിംഗ് ആൻഡ് ഡിസ്പോസൽ ഇൻ ടു സീ. ഓക്കെ, സോ ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ഡീറ്റെയിൽസ് ഓൺ ദോസ്. ആൻഡ് ദ തേർഡ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂ കോസസ് എ ക്ലൈമറ്റ് ചേഞ്ച്. നമ്മൾ ഇത്രയും പൊല്യൂഷൻ ഉണ്ടാകുന്നു ഓരോ കാര്യങ്ങൾ കൊണ്ടുണ്ടാകുമ്പോൾ നോർമലി നമ്മുടെ ക്ലൈമറ്റ് മാറുക. എന്ന് വെച്ചാൽ നമ്മൾ എയർ പൊല്യൂഷൻ കൂടുമ്പോൾ കാർബൺ ഡയോക്സൈഡും ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ തങ്ങി നിൽക്കും. ഈ തങ്ങി നിൽക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് നോർമലി ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകും. ഗ്ലോബൽ വാർമിങ്ങിലൂടെ നമ്മളുടെ ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഉണ്ടാകും. സിമിലർലി ഇറ്റ് വിൽ കോസ് മച്ച്
ക്ലൈമറ്റ് ചേഞ്ചസ്. അവിടെ സോളാർ ഐസ് ക്യാപ്സ് ബെൽറ്റ് ആവാം, അപ്പോൾ കൂടുതൽ ക്ലൈമറ്റിൻ്റെ വ്യത്യാസം വരുന്നു. അങ്ങനെ കാർബൺ ഡയോക്സൈഡ് ലെവലിൻ്റെ കൂടി വരുന്നത് കൊണ്ട് ഉള്ള ക്ലൈമറ്റിക് ചേഞ്ചസ് ആണ് മേജറായിട്ട് വരുന്നത്. അതിൽ ഒന്നാണ് ഡ്രൗട്ട് അല്ലെങ്കിൽ ഇൻഎഡ്യൂക്കേറ്റ് ആക്സസ് ഓഫ് വാട്ടർ. വെള്ളമില്ലാത്തൊരവസ്ഥ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്. പക്ഷെ നമ്മൾ മാക്സിമം ഏരിയ വെള്ളം കൊണ്ടാണ് കവർ ചെയ്തതെങ്കിലും അതിൽ ഡ്രിങ്കിങ് വാട്ടർ എന്നുള്ള കോൺസെൻട്രേഷൻ വളരെ കുറവാണ്. 748 million people are getting water from unsafe sources എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അത്രയും മില്യൺ ആൾക്കാർക്ക് അത്ര നല്ല വെള്ളമല്ല കിട്ടുന്നതെന്ന്. അപ്പോൾ 2025 ഷോർട്ടേജ് 2/3 ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഷോർട്ടേജ് ഓഫ് വാട്ടർ ഫേസ് ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ച് റിപ്പോർട്ട് തരുന്നത്. അതേപോലെ ഇത് കാരണം, ഈ ഡ്രൗട്ട് കാരണം നമ്മുടെ സോയിൽ ഫെർട്ടിലിറ്റിയും കുറയാണ്, അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയും കുറയാണ്. സോ ദീസ് ആർ സം ഓഫ് ദി അനദർ എൻവയോൺമെന്റൽ ഇഷ്യൂ. സിമിലർലി വേറെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആയിട്ട് നമുക്ക് പറയാവുന്നത് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടെന്ന് വെച്ചാൽ ഹെസിറ്റേഷൻ ടു ഷോൾഡർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് പാർട്ട്ണറിങ് ഫോർ ദ ഫ്യൂച്ചർ. നമ്മൾ ഒരിക്കലും ആ റെസ്പോൺസിബിലിറ്റി എടുക്കാനോ എൻവയോൺമെന്റ് ഇഷ്യൂസിനെ പറ്റിയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാനോ അതിനനുസരിച്ച് മൂവ് ചെയ്യാനോ നമുക്ക് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നൊരു അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. എല്ലാവരും അവരുടെ ആവശ്യത്തിന് വേണ്ടി ഇപ്പം അങ്ങ് ചെയ്യുക, അല്ലാതെ ഇപ്പം അങ്ങ് യൂസ് ചെയ്യാതല്ലാതെ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി മാറ്റി വെക്കുന്നില്ല. ദാറ്റ് ഇസ് ഹെസിറ്റേഷൻ ടു ഷോൾഡർ ദ റെസ്പോൺസിബിലിറ്റി ഓർ പാർട്ട്ണറിങ് ഫോർ ദി ഫ്യൂച്ചർ. സോ ദീസ് ആർ ദ മേജർ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഫേസ്ഡ് by the various business activities. So what all should be done by the various business to protect our environment? എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാ ഇനി നമ്മൾ പഠിക്കണേ. എന്തിനാ ഇത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി നമുക്ക് എന്തെങ്കിലും മാറ്റി വെക്കാൻ പറ്റൂ. അതേപോലെ കോർപ്പറേറ്റ് മാനേജേഴ്സ് എൻവയോൺമെന്റ് പ്രൊട്ടക്റ്റ് ചെയ്താൽ ഒരു CSR എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ട്, എന്നുവെച്ചാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓരോ കമ്പനിക്ക് അവരുടേതായ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ടുവേർഡ്സ് എൻവയോൺമെന്റ്, ടുവേർഡ്സ് ദ എംപ്ലോയീസ്, ടുവേർഡ്സ് ദ ലോക്കൽ പബ്ലിക്. അതിനെല്ലാത്തിനും ഓരോ ഇതുണ്ട്. അപ്പം നമ്മൾ ഓരോ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസ് എടുത്താൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചർ ജനറേഷനിലൊരു പേരുണ്ടാവുള്ളൂ. ഈ കമ്പനി ഇപ്പം സിയാല് നോക്കുകയാണെങ്കിൽ കൊച്ചിൻ എയർപോർട്ടിൽ തന്നെ സോളാർ പാനൽസ് വെച്ചിട്ടാണ് ആ കൊച്ചിൻ എയർപോർട്ട് മുഴുവനായിട്ട് വർക്ക് ചെയ്യുന്നത്. അതൊരു അവരുടെ CSR ആക്ടിവിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ഇനീഷ്യേറ്റീവാണ്. അങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്സ് എല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തെല്ലാം സർവീസ് കൊടുക്കുന്നു, എന്തൊക്കെ ലെജിസ്ലേഷൻ എടുക്കുന്നു, വാട്ടർ പൊല്യൂഷൻ നോക്കുന്നുണ്ടോ, അതെല്ലാം നോക്കേണ്ടത് ഒരു കമ്പനിയുടെ കടമയാണ്. ഒരു കമ്പനി വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കണം. അവർ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ്സിനപ്പുറം നമ്മളൊരു എമിഷൻസ് നടത്തരുത്. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പം മെയിൻലി എന്തെല്ലാമാണ് ഇതിനുള്ള ഡ്യൂട്ടീസ്, നമ്മുടെ ഓരോ കമ്പനി എന്തെല്ലാം ഡ്യൂട്ടീസാണ് എടുക്കേണ്ടതെന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഗവൺമെന്റ് തന്നെ കുറേ ഡ്യൂട്ടീസ് എടുത്തിട്ടുണ്ട്. കുറേ പ്ലാസ്റ്റിക് ബാൻ ചെയ്യുക, അതുപോലെ ദാറ്റ് ഇസ് ലോ മൈക്രോൺ പ്ലാസ്റ്റിക്സ് എല്ലാം നമ്മൾ ബാൻ ചെയ്തിട്ട് നോർമൽ പ്ലാസ്റ്റിക്സിലേക്ക് മാറി, നോർമൽ പേപ്പർ ബാഗ്സിലോട്ട് അല്ലെങ്കിൽ ലോക്കൽ ബാഗ്സിലോട്ടൊക്കെ മാറി. ഇത് നേരത്തെ എടുക്കേണ്ട ഒരു എഫക്റ്റാണ്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് തന്നെ ഒരു ആനിമൽസ് കൺസ്യൂം ചെയ്തിട്ട് ഇറ്റ് കോസസ് ഡെത്ത് ഓഫ് സോ മെനി ആനിമൽസ്. ഈ മൃഗങ്ങളും അതേപോലെ പശുവൊക്കെ ഇല്ലേ, ഈ നമ്മുടെ പ്ലാസ്റ്റിക് കഴിച്ച് അതുങ്ങളൊക്കെ സഫോക്കേറ്റ് ചെയ്ത് ചത്തുപോകാറുണ്ട്. അപ്പോൾ അതിനെല്ലാം വേണ്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് തന്നെ ഹസാർഡസ് പ്രൊഡക്ട്സ് ലൈക്ക് പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് എല്ലാം അവോയ്ഡ് ചെയ്ത്, ഇതെല്ലാം എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ബിസിനസ്സും എന്തെല്ലാം ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയാണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതെന്നാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ജനറൽ എൻവയോൺമെന്റ് ഡ്യൂട്ടീസ് ആയിട്ട് നമുക്ക് പറയാം. അത് എന്ന് വെച്ചാൽ ഫസ്റ്റ്, നേച്ചർ ഓഫ് ദി ഹാം ഓർ പൊട്ടൻഷ്യൽ ഹാം. നമ്മൾ നോക്കണം നമ്മുടെ കമ്പനി എത്രത്തോളം സിവിയർ ആയിട്ടുള്ള എൻവയോൺമെന്റ് ഹാമാണ് കോസ് ചെയ്യുന്നത്, എന്തെങ്കിലും കൂടുതലായിട്ട് എൻവയോൺമെന്റ് ഹാം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കണം. ദെൻ സെൻസിറ്റിവിറ്റി ഓഫ് ദി എൻവയോൺമെന്റ് വേർ വി ഓപ്പറേറ്റ് ബിസിനസ്. നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി എഫ്ലുവൻറ്റ് ഡിസ്ചാർജ് വളരെ ഡൈയുടെ ഇൻഡസ്ട്രി ആണെന്ന് വെച്ചോ, അപ്പോൾ അവിടുന്ന് എഫ്ലുവൻറ്റ് ഡിസ്ചാർജ് വളരെ കൂടുതലായിരിക്കും. സോ തെർമൽ പൊല്യൂഷനും അതേപോലെ വാട്ടർ പൊല്യൂഷനും കൂടാനുള്ള ചാൻസ് ഉണ്ട് ഒരു ഡൈ മാനുഫാക്ചറിങ് ഫേമിനടുത്ത്. അപ്പം നമ്മൾ നോക്കണം ആ ഏരിയ പ്രൊട്ടക്റ്റഡ് ഏരിയ ആണോ, അതിൻ്റെ ഇടയിൽ വാട്ടർ വേസ് ഉണ്ടോ, സെൻസിറ്റീവ് ഹാബിറ്റാറ്റ് ആണോ എന്ന രീതിയിലൊരു സ്റ്റഡി നമ്മളവിടെ നടത്തിയിരിക്കണം. തേർഡ്,
കറണ്ട് സ്റ്റേറ്റ് ഓഫ് ദ ടെക്നിക്കൽ നോളജ് ഫോർ ദ ആക്ടിവിറ്റി. ഈ നമ്മൾ ഇങ്ങനെ പൊല്യൂഷൻ ഉണ്ടാക്കണമെന്ന് അറിയാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് എല്ലാം ഇപ്പോഴത്തെ ടെക്നോളജിയെ ബേസ് ചെയ്തിട്ടാണോ, അതെല്ലാം സേഫ് തന്നെയാണോ എന്നത് നമ്മൾ ഉറപ്പാക്കണം. നെക്സ്റ്റ് വൺ ഇസ് ലൈവ്ലിഹുഡ് ഓഫ് ദി പോസിബിൾ മെഷേഴ്സ് ഇസ് സക്സസ്ഫുൾ. ഇപ്പം നമ്മൾ എടുത്ത മെഷേഴ്സൊക്കെ ലൈവ്ലിഹുഡ് ആണോ, അവർ ആ എഫേർട്സ് ചെയ്തുകൊണ്ട് നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ലാസ്റ്റ്, ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ഓഫ് ടേക്കിംഗ് ദീസ് മെഷേഴ്സ്. നമ്മൾക്ക് ഫേവറബിൾ ആയിരിക്കുമോ, നമുക്ക് ഇൻകം വളരെ കൂടുതലാകുമോ ഈ ഇങ്ങനത്തെ മെഷേഴ്സ് എടുക്കുന്നതിൽ, നമുക്ക് ചാർജസ് കൂടുതലാവുമോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഒരു ബിസിനസ് നോക്കണം. സോ ഇൻ ടോട്ടൽ വി വോണ്ട് ടു സീ വാട്ട് ആർ ദ ഹാർംസ് ദാറ്റ് വി ആർ കോസിങ് ആൻഡ് ഹൗ വി ക്യാൻ കൺട്രോൾ ഇറ്റ് in our means. So first we want to see what kind of harm or the potential harm that we are causing. Is it a severe one? Then if those areas where we are doing our business is a sensitive area for those environmental impacts, then we want to see what is the technological method that we can adopt to control that kind of pollution. Then if that will be successful, the measures taken by us will be successful in mitigating the problem, and also if those mitigating strategies are economical for our business. So these are the major duties or responsibility of the business entity. ഒരു ബിസിനസ് എൻറ്റിറ്റി എന്തെല്ലാം ശ്രദ്ധിക്കണം അവർ ഈ ഇത് കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നൗ വി വോണ്ട് ടു ഡിസ്കസ് the corporate responsibility towards the environmental issue. നേരത്തെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു ബിസിനസ് എൻറ്റിറ്റി ബിഫോർ ഡിസ്ചാർജിങ് ദ വേസ്റ്റ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നോക്കണമെന്നായിരുന്നു. ഇനി എന്തെല്ലാമാണ് റെസ്പോൺസിബിലിറ്റി, എന്തെല്ലാം ചെയ്യണം ഒരു കമ്പനി എന്നതാ ഇനി ഡിസ്കസ് ചെയ്യണം. ദാറ്റ് ഇസ് ദ റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ദി എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഓഫ് എ കോർപ്പറേറ്റ് എൻറ്റിറ്റി. സോ ദ ഫസ്റ്റ് വൺ ഇസ് ദേ ഷുഡ് ട്രൈ മെഷേഴ്സ് ടു റെഡ്യൂസ് ദ വേസ്റ്റ് എങ്ങനെ രീതിയിലും കുറയ്ക്കാനുള്ള മെഷേഴ്സ് എടുക്കണം. ഇപ്പോൾ ഒരു കൊയർ ഇൻഡസ്ട്രി ആണെങ്കിൽ അവർ മാറ്റ് ഉണ്ടാക്കുന്നതായിരിക്കും അവരുടെ മെയിൻ ബിസിനസ്. മാറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അവർ കൊയർ വീവൊക്കെ ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് കുറേ വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ബട്ട് ആ വേസ്റ്റ് എങ്ങനെ അവർ കുറയ്ക്കും? ബിഫോർ ദേ വർ നോട്ട് നോയിങ് ഹൗ ടു മാനേജ് ദാറ്റ്. പക്ഷെ പിന്നെ അവർ ടെക്നോളജി കണ്ടുപിടിച്ചു. ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ സം അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്. സോഡസ്റ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അത് മനസ്സിലാക്കി. ചകിരിച്ചോറ്, അതാണ് സോഡസ്റ്റ്. ചകിരിച്ചോറ് പോലെ കിട്ടുന്നത് നമുക്ക് വെജിറ്റേഷൻസ് എന്നുവെച്ചാൽ നമ്മുടെ കൃഷിക്ക് വേണ്ടി യൂസ് ചെയ്യാവുന്നതനുസരിച്ച് നമ്മൾ അങ്ങോട്ട് മാറ്റി. അപ്പോൾ വേസ്റ്റ് കുറഞ്ഞു. വേസ്റ്റ് അല്ലാതെ അത് യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആക്കി മാറ്റി. അങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യണം. ദെൻ റിസോഴ്സ് സേവിങ് ബൈ ജുഡീഷ്യൽ അപ്രോച്ച്. നമ്മൾ റിസോഴ്സ് യൂട്ടിലൈസേഷൻ കുറയ്ക്കണം. എങ്ങനെ? ജുഡീഷ്യസ് അപ്രോച്ച്. നമ്മുടെ അപ്രോച്ച് വളരെ ജുഡീഷ്യസ് ആയിരിക്കണം. എന്ന് വെച്ചാൽ വേണ്ട പ്രൊഡക്റ്റ് മാത്രം, വേണ്ട അത്ര ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങുക. ഒരിക്കലും വേസ്റ്റ് ഉണ്ടാക്കാതെ ശ്രമിക്കുക. ദെൻ റെഡ്യൂസിങ് ദ റിസ്ക് ഓഫ് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് മാറാത്ത രീതിയിലുള്ള എഫേർട്സ് എടുക്കുക. ദാറ്റ് ഈസ് അനദർ വൺ. ദെൻ reduction of all kind of pollution. പല ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ഉണ്ടാവാം. എയർ, വാട്ടർ, സോയിൽ, നോയിസ്, ന്യൂക്ലിയർ, തെർമൽ. ദർ വിൽ ബി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ കോസ്ഡ് ബൈ എ സിംഗിൾ ഇൻഡസ്ട്രി. അപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് പൊല്യൂഷനും കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കണം. ദെൻ implementing environmental policies. There are many environmental policies. Environment protection policies എന്ന് പറഞ്ഞാൽ കുറേ എണ്ണം ഉണ്ട്. കുറേ ലോസ് ഉണ്ട് ഇതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ. അവരുടെ കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്, സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. ഓൾവേസ് വി ഷുഡ് ബി ഇൻ ടേംസ് വിത്ത് ദി എൻവയോൺമെന്റ് പോളിസീസ് ആൻഡ് ഷുഡ് ഇംപ്ലിമെന്റ് ദോസ് പോളിസീസ് on our industry. Then setting official standards for all kind of emission. ഇത്ര എമിഷൻസേ പാടുള്ളൂ. ഇപ്പോൾ എയർ പൊല്യൂഷൻ കോസ് ചെയ്യാത്ത രീതിയിലുള്ള എമിഷൻസേ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വരാവുള്ളൂ. ഇത്രയും വാട്ടർ സീവേജ് കോൺസെൻട്രേഷനുള്ള BOD, ഇത്രയും BOD എന്ന് കേട്ടിട്ടില്ല. ഇപ്പോൾ വാട്ടർ പൊല്യൂട്ടൻസിൻ്റെ അളവ് നമ്മൾ കണ്ടുപിടിക്കുന്ന COD BOD വെച്ച്, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് വെച്ചാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അതോറിറ്റീസ്, വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞിട്ടുണ്ടാവും ഇത്ര BOD അല്ലെങ്കിൽ ഇത്ര COD റേറ്റ് ഉള്ള വാട്ടർ ബോഡീസിനെ, ട്രീറ്റഡ് വാട്ടറിനെ ഡിസ്ചാർജ് ചെയ്യാവുള്ളൂ വാട്ടർ ബോഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം. അതേപോലെ നോയ്സ്, ഇത്ര ഡെസിബിൾസ് ഉള്ളിലും നോയ്സ് ആയിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണം. ദാറ്റ് ഇസ് ഒഫീഷ്യൽ സ്റ്റാൻഡേർഡ്സ് എന്താണോ ആ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് മാത്രം നമ്മൾ എമിറ്റ് ചെയ്യണം. Then avoid production of goods which have negative
ഇമ്പാക്ട്സ്. നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ടൈപ്പ് പ്രൊഡക്ട്സ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ അത് നമ്മൾ കുറയ്ക്കണം. നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന പല പല പ്രൊഡക്ട്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരു വെപ്പൺ മാനുഫാക്ചറിങ് പറയുമ്പോൾ അതിന് കുറേ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് മാക്സിമം കൺട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുകയോ നമ്മൾ ചെയ്യണം. അതേപോലെ കമ്മ്യൂണിറ്റീനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നമ്മുടെ ആക്ടിവിറ്റീസിലെല്ലാം. കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആസ് ഓർ ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ കോർപ്പറേറ്റ് ടുവേർഡ്സ് ദി എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. എപ്പോഴും അവരെ ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ അവരുടെ ഒപ്പീനിയൻസും അവരുടെ ആവശ്യവും കൂടി നമ്മൾ ഇൻവോൾവ് ചെയ്യുകയാണ് ഇറ്റ് വിൽ ബി ബെസ്റ്റ്. ഫോർ എക്സാമ്പിൾ കിറ്റെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫേം നമുക്കറിയാം, കിഴക്കമ്പലത്തുള്ളതാണ്. അപ്പം അവിടെ എന്ന് വെച്ചാൽ ഒരു 2020 എന്നൊരു പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി പ്ലാൻ. അവിടുത്തെ പഞ്ചായത്തുമായിട്ട് ചേർന്നിട്ടുണ്ടാക്കിയ ഒരു 2020 പ്ലാൻ ഉണ്ട്. ഇൻ വിച്ച് ദ ലോക്കൽ പബ്ലിക് ഇൻ ദിസ് ഏരിയ ആർ ഹാവിങ് സം ഓഫ് ദി റോൾ ഇൻ ദെയർ മാനുഫാക്ചറിങ് യൂണിറ്റ്. അപ്പോൾ ആ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് ജോലി കൊടുത്ത് അവരെ ഇൻവോൾവ് ചെയ്യുന്നത്, അവരുടെ ഒപ്പീനിയൻസ് എടുത്തിട്ടാണ് എൻവയോൺമെൻറ്റ് പോളിസീസ് അടക്കം അവർ ഫോമുലേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വൺ. അനദർ ദേ ക്യാൻ ഡു ഇസ് ഒരു എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുക. അവിടുത്തെ എംപ്ലോയീസിന് ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുക എംപ്ലോയീസിന്. അപ്പം ഓട്ടോമാറ്റിക്കലി ഈ എൻവയോൺമെൻറ്റ് ഇഷ്യൂസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് അവരും ചെയ്യുന്നതായിരിക്കും. സോ ദീസ് ആർ ദി സം ഓഫ് ദി കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദി എൻവയോൺമെൻറ്റ് ഇഷ്യൂസ്. ഓക്കെ, അതുപോലെ എന്തെങ്കിലും കൊണ്ട് ഈ എൻവയോൺമെൻറ്റ് എഫക്റ്റ് ഉണ്ടായിട്ട് ആൾക്കാരെ റീഹാബിറ്റേറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ആ ഏരിയയിൽ നിന്ന് റീഹാബിറ്റേഷൻ മെഷേഴ്സ് ചെയ്യാം. പക്ഷെ നമ്മൾ കേൾക്കാറുണ്ട് ഒരു പുതിയ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, തെർമൽ പവർ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് അതിൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാരെയൊക്കെ ഒഴിപ്പിച്ച് അവർക്ക് വേറെ സ്ഥലം കൊടുത്തു എന്നിട്ടാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അതുപോലെയുള്ള റീഹാബിറ്റേഷൻ ഫെസിലിറ്റീസ് വേണ്ട സ്ഥലമാണെങ്കിൽ അങ്ങനത്തെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതാണ്. So these are the major corporate responsibility towards the environmental issues. So today we have discussed first what is the relationship between an environment and a business, and what are the activities that affect the environment. Business activities എന്തെല്ലാമാണ് environment affect ചെയ്യുന്നത്. Then what are the major environment issues cause. ഇങ്ങനെ ബിസിനസ് കാരണം എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ടാവും, പല ടൈപ്പിൽ ഓഫ് പൊല്യൂഷൻ, ദെൻ വേസ്റ്റ് ഡിസ്പോസൽ, ക്ലൈമറ്റ് ചേഞ്ച്, ഇതെല്ലാമാണ് മേജർ ഇഷ്യൂസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ വി ഹാവ് ഡിസ്കസ് വാട്ട് ആർ ദി മേജർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ്സിൽ എന്തെല്ലാമാണ് ആദ്യം നമ്മൾ ക്രൈറ്റീരിയ പോലെ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് ആദ്യം പറഞ്ഞു. അതേപോലെ ഓരോ കോർപ്പറേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണെന്നും ഡിസ്കസ് ചെയ്തു. ഓഫ് വിച്ച് നിങ്ങളൊരു ചെറിയ നോട്ട് പോലെ ഉണ്ടാക്കേണ്ടത് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. കുറച്ച് പോയിന്റ്സ് ഉണ്ട്, കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്. അതിനകത്തൊരു 10 പോയിന്റ്സ് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. ദിസ് ഇസ് എ അസൈൻമെൻറ്റ് ഫോർ ദി ഡേ. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയോ നിങ്ങൾ വിളിക്കുകയോ ചെയ്താൽ മതി. ഐ ക്യാൻ ക്ലിയർ യുവർ ഡൗട്ട്സ് ആൻഡ് വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ വിത്ത് ദ കണ്ടിന്യൂഷൻ പോർഷൻ ടു. Okay, so that's all for the day. Thank you.